ഹായ് ഓൾ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫോർത്ത് പാർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 15-ലും 16-ലുമായിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സാണ്. പ്ലസ് നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 14 കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ ചോദ്യം മാത്രം ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. മറ്റൊരു കണക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ച് ഒരു തൊട്ടിയിൽ ഒഴിച്ചപ്പോൾ 20 ലിറ്റർ. വീണ്ടും ചെറിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 3 തവണയും നിറച്ചൊഴിച്ചപ്പോഴോ 19 ലിറ്റർ. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഒറ്റയടിക്ക് വായിക്കുകയാണെങ്കിൽ കുറേ പാത്രങ്ങൾ അവിടെ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും മനസ്സിലാവില്ല. അപ്പം നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. ഒരു ചെറിയ പാത്രമുണ്ട്. ചെറിയ പാത്രത്തിൽ 5 തവണ വെള്ളം നിറച്ചു. പിന്നെ ഒരു വലിയ പാത്രമുണ്ട്. ആ വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ചു. എന്നിട്ട് ഈ നിറച്ച വെള്ളങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഒരു തൊട്ടിയിലേക്ക് ഒഴിച്ചപ്പോൾ ആകെ എത്ര ലിറ്ററായി? 20 ലിറ്റർ ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പാത്രമൊക്കെ ഒന്ന് വരച്ച് നോക്കാം. വേണമെന്നില്ല, ജസ്റ്റ് കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയ പാത്രം. ഇവിടെ ഒരു വലിയൊരു പാത്രമുണ്ട്. ഈ 2 പാത്രങ്ങൾ കൂടാതെ പിന്നെ കുറച്ചും കൂടി വലിയൊരു പാത്രം. ആ പാത്രത്തിനെയാണ് ഇവിടെ തൊട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു തൊട്ടിയിലേക്ക് ഒഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ഇതിലെന്തുണ്ടായിരിക്കും? ഇതിൽ മൊത്തമായിട്ട് വെള്ളം നിറയ്ക്കാം അല്ലേ? പിന്നെ ഇപ്പുറത്തുള്ള പാത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം നിറയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇവർ ചെയ്ത പരിപാടികൾ നോക്കാം. ആദ്യത്തെ പാത്രത്തിൽ ഈ കാണുന്ന പച്ച കളറാണെന്ന് വിചാരിക്കാം. ഇതിൽ വെള്ളം നിറച്ച് കണ്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു. ഒഴിച്ചത് എത്ര തവണയാണ്? ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും, 5 തവണ. അപ്പോൾ ആദ്യത്തെ പാത്രത്തിൽ ഒരു 10 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് വിചാരിക്കുകയാണ്. ഇവിടെ 10 10 10 എന്ന് പറഞ്ഞിട്ട് എത്ര തവണ ഉണ്ട്? 5 തവണ ഉണ്ട്. അപ്പോൾ 5 × 10 ആയിരിക്കും ടോട്ടൽ വെള്ളം, അഥവാ 50 ലിറ്റർ ആയിരിക്കും അല്ലേ? ഇനി ജസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യത്തെ പാത്രത്തിൽ ഒരു 20 ലിറ്റർ ആണെങ്കിലോ, ചെറിയ പാത്രത്തിൽ ഒരു 20 ലിറ്റർ ആണെങ്കിൽ ആ 20 × 20 ലിറ്ററാണ് വേണമെങ്കിൽ 20 × 5 എന്ന് വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് വെള്ളം വരിക ടോട്ടൽ. നമ്മൾ തൽക്കാലം ആദ്യത്തെ പാത്രത്തിൽ ഒരു എക്സ് ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് വിചാരിക്കാം. എത്ര ലിറ്ററാണ്? എക്സ് ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ എത്ര എക്സ് വരും? എക്സുകൾ എത്ര പ്രാവശ്യമുണ്ട്? ആദ്യം ഒരു എക്സ് വരും, വീണ്ടും എക്സ് 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 എക്സ്, അങ്ങനെ 5 പ്രാവശ്യം ഒഴിക്കുന്നില്ലേ? അപ്പം 5 എക്സ് ലിറ്റർ വെള്ളം ആ ചെറിയ പാത്രത്തിൽ നിന്നായിട്ട് അവിടേക്ക് കിട്ടും. ഓക്കെ, ഇനി ബാക്കി എന്താ പറയുന്നത്? വലിയ പാത്രം. വലിയ പാത്രം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ആ വലിയ പാത്രത്തിൽ 2 തവണയാണ് നിറച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊള്ളുന്ന വെള്ളത്തിന് ഞാൻ തൽക്കാലം വൈ എന്ന് വിളിച്ചു. വലിയ പാത്രം ഒരു പ്രാവശ്യം മുഴുവനായിട്ട് നിറച്ചാൽ വൈ ലിറ്റർ വെള്ളം കൊള്ളെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര വരും? 2 വൈ എന്ന് വരും. 2 വൈ ലിറ്റർ വെള്ളം ഈ വലിയ തൊട്ടിയിലേക്ക് വരും. ഇങ്ങനെ ഈ 2 കൂടെ കിട്ടിയ ഈ വെള്ളമല്ലേ, ഇത്രയാണ് വെള്ളം അവിടെ ടോട്ടൽ കിട്ടിയല്ലേ? ആ വെള്ളം ടോട്ടൽ എത്ര ലിറ്ററാണെന്ന് അവർ പറയുന്നുണ്ട്? 20 ലിറ്ററാണ്. എത്ര ലിറ്ററാണ്? 20 ലിറ്ററാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എഴുതി നോക്കിയാലോ? എങ്ങനെ എഴുതാം? ആദ്യം ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം എക്സ് ലിറ്റർ എന്ന് വിചാരിക്കാം. വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം വൈ ലിറ്റർ എന്ന് വിചാരിക്കാം. ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കാം. ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം എക്സ് ലിറ്ററാണ്. വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം വൈ ലിറ്ററാണ്. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യം 5 എക്സും 2 വൈയുമാണ് വെള്ളം. അത് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ലിറ്റർ കിട്ടും? 20 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ, ഒരു സമവാക്യം ഉണ്ടാക്കിയാലോ? നോക്കിക്കോ, 5 എക്സ് പ്ലസ് 2 വൈ സമം 20. ഇതാണ് നമ്മുടെ ആദ്യത്തെ സമവാക്യം. ഓക്കെ, ഇനി ബാക്കി ക്വസ്റ്റ്യൻ അടുത്ത ലൈൻ വരെ വായിച്ചു നോക്കാം. അങ്ങനെ തൽക്കാലം വായിക്കാം, ബാക്കി വായിച്ചു നോക്കാം. ചെറിയ പാത്രത്തിൽ 2 തവണയും, നോക്കിക്കോ, ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിനാണ് എക്സ് ആണ്. അത് എത്ര തവണയാണ് ഇനി അടുത്ത പ്രാവശ്യം ഒഴിക്കുന്നത്? 2 തവണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ എത്ര എക്സ് വരും? 2 എക്സ് വരും അല്ലേ? ബാക്കി വലിയ പാത്രത്തിൽ 3 തവണയും, വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിനാണ് നമ്മളെടുത്തത് വൈ ആണ്. എത്ര തവണ ഇങ്ങോട്ട് കൊണ്ടുപോയി ഒഴിക്കുന്നുണ്ട്? 3 തവണ കൊണ്ടുപോയി ഒഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വെള്ളം വരും? 3 വൈ വരും. നിറച്ചൊഴിച്ചപ്പോൾ 19 ലിറ്റർ. അപ്പോൾ ആ 2 ആളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ കേസിൽ അവർ പറഞ്ഞ രീതിയിൽ 2 എക്സും 3 വൈയും ആണെങ്കിൽ അവരെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ
19 ലിറ്റർ വെള്ളമാണ് വരിക എന്നാണ് പറഞ്ഞത്. 19 ലിറ്റർ. അതിനാണെങ്കിൽ അവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാലോ. എങ്ങനെയാണ്? ഈ രണ്ടാളെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 19 കിട്ടണം. അപ്പോൾ നേരെ കണ്ട് എഴുതുക. അത്രയേ ഉള്ളൂ. 2x + 3y = 19. ഇത് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എക്സ് ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം, വൈ വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം, അത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. നോക്കിക്കോ, ഇനി നമ്മുടെ കയ്യിൽ സമവാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് സമവാക്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? എക്സിൻ്റെ കൂടെയുള്ള ആളുകൾ തുല്യമാണോ നോക്കണം. ഇവിടെ 5x ഇവിടെ 2 2x ആണ്. 5ഉം 2ഉം സെയിം ആണോ? അല്ല. പോട്ടെ. വൈൻ്റെ കൂടെയുള്ള ആളുകൾ സെയിം ആണോ നോക്കണം. നോക്കിക്കോ, മേലെ 2y താഴെ 3y, 2ഉം 3ഉം സെയിം ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാളെ സെയിം ആക്കണം. നോക്കിക്കോ, ഇവിടെ എക്സിനെയാണ് ഞാൻ സെയിം ആക്കുന്നതെന്ന് വിചാരിക്കും. ഞാനിവിടെ എക്സിനെ സെയിം ആക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയായിരുന്നു. 6x + 2y = എന്തെങ്കിലും ഒരു സാധനം. അതേമാതിരി 3x + ഒരു 4y = എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ഈ താഴത്തെ ചെറിയ നമ്പർ എക്സിനെ സെയിം ആക്കുകയാണെങ്കിൽ 3നെ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടിയിരുന്നു. 2 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ മൊത്തം ഇക്വേഷൻ എന്ത് ചെയ്യും? 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ കാണുന്ന 2 ഇല്ലേ, ഈ 2നെ ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലും എന്തായിട്ട് കിട്ടൂല? 5 കിട്ടൂല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിനെ തൽക്കാലം ഡ്രോപ്പ് ചെയ്തോ, വൈനെ സെയിം ആക്കാൻ പറ്റുമോ നോക്കാം. വൈക്കും അതേ പ്രശ്നമുണ്ട്. ഈ കാണുന്ന 2നെ ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ആരായി കിട്ടൂല? 2 3 മാറൂല. ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലും. എണ്ണൽ സംഖ്യ എന്നുള്ള ടേം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം എക്സിനെ തന്നെയാണ് സെയിം ആക്കുക എന്ന് വിചാരിക്കുക കേട്ടോ. നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഈ കാണുന്ന ഒന്നാമത്തെ ഇക്വേഷൻ, ഇതല്ല ഒന്നാമത്തെ ഇക്വേഷൻ, ഈ കാണുന്ന രണ്ടാമത്തെ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കും. ഏതെങ്കിലും വ്യത്യസ്ത സംഖ്യകളാവാം. എന്നിട്ട് എക്സിനെ സെയിം ആക്കും. കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പറയാം. നോക്കിക്കോ, ഇവിടെയുള്ള 5ൻ്റെയും 2ൻ്റെയും ഒരു പൊതുഗുണിതം ആദ്യം കണ്ടുപിടിക്കണം. എന്താ ഈ പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ? ആ ഒരു സംഖ്യ, ഇപ്പം ഞാനിവിടെ എഴുതാം, സൈഡിലേക്ക് നോക്കണേ. 5 2 എന്നാണല്ലോ. ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ട്. ആ സംഖ്യേനെ 5 കൊണ്ടും ഹരിക്കാൻ പറ്റണം, 2 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കേണ്ടത് LCM എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പണ്ട്. ലസാഗു എന്ന് പറഞ്ഞിട്ട്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുക, ഏറ്റവും ചെറിയ പൊതുഗുണിതം. അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാൻ നമ്മൾ പണ്ട് പഠിച്ചവർ എഴുതി ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. അതൊരു വലിയ സംഖ്യ ഏതാ? 5 ആ 5ൻ്റെ ഗുണപ്പട്ടിക നമ്മളൊന്ന് ആലോചിക്കുക. 5 10 15 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ആൾ 5നെ 5 കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റും. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റൂല. പിന്നെ ഉള്ളത് 10. 10നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്ന ആരാ? 10. അപ്പോൾ നമ്മളെ പരിപാടി, ഈ കാണുന്ന 5 എന്ന് പറയുന്ന ആളും അല്ലെങ്കിൽ 5x എന്ന് പറയുന്ന ആളെയും 2x എന്ന് പറയുന്ന ആളെയും നമ്മൾ എന്താക്കി മാറ്റണം? 10x എന്നാക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കാണുന്ന 5നെ 10 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം എന്ന് ആലോചിച്ച് നോക്കുക. 5നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 10 ആവുക? 2 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആവുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒന്നാമത്തെ ഇക്വേഷനിലെ ആ ഇക്വേഷനെ മൊത്തമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കും? നമ്മൾ 2 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൊത്തമായിട്ട് ഗുണിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത് നോക്കിക്കേ. ഇവിടെ 2x ആണുള്ളത്. ആ 2xനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 10 ആവുക എന്ന് ആലോചിച്ച് നോക്കുക. 2നെ 10 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടാമത്തെ ഇക്വേഷനെ രണ്ടാമത് കാണുന്ന ഈ സമവാക്യത്തിനെ മൊത്തമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കും? നമ്മൾ 5 കൊണ്ട് ഗുണിക്കും. ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുകയാണ്. 5 കൊണ്ട് ഗുണിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ എക്സ് സെയിം ആവും. നമുക്ക് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഇവിടേക്കും ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ ഗുണിച്ചത് 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ ഗുണിച്ചത് 5 കൊണ്ടുമാണ്. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടേം മാത്രം നോക്കുക. 5 × 2 എന്ന് പറയുമ്പോൾ 10x എന്നാവും. ഇവിടെയും 5 × 2 എന്ന് പറയുമ്പോൾ 10x എന്നാവും അല്ലേ? എക്സ് ഉണ്ട്, എക്സുകൾ സെയിം ആയി കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കാണുന്ന 2 എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലായോ? എടാ, ഈ താഴെയുള്ള 2നെ എടുത്തിട്ട് മേലത്തെ ഇക്വേഷനെ മൊത്തമായിട്ട് അങ്ങോട്ട് ഗുണിച്ചതാണ്. നമ്മൾ സെയിം ആക്കാൻ പോകുന്നത് എക്സിനെയാണ്.
എക്സിനെ സെയിം ആക്കണമെങ്കിൽ ഇവിടെ താഴെയുള്ള എക്സിൻ്റെ കൂടെയുള്ള ആളെടുത്തിട്ട് മേലെ മൊത്തമായിട്ട് അങ്ങോട്ട് ഗുണിക്കുക. മേലുള്ള എക്സിൻ്റെ കൂടെയുള്ള ആളെടുത്തിട്ട് താഴെ മൊത്തമായിട്ടായിട്ട് ഗുണിക്കുക. എന്ന് വെച്ചാൽ മേലുള്ള 5 എടുത്തിട്ട് താഴെ മൊത്തമായിട്ട് ഗുണിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പം. പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5ഉം 2ഉം പോലെയുള്ള ചെറിയ സംഖ്യകൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറിയ സംഖ്യകൾ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കിങ്ങനെ LCM ഒന്നും എടുത്ത് പോകണ്ട. ഇതേപോലെ താഴെയുള്ള ആളെ എടുത്തുകൊണ്ട് മേലെ മൊത്തമായിട്ട് ഗുണിക്കുക, മേലുള്ള ആളെ എടുത്തിട്ട് താഴെ മൊത്തമായിട്ട് ഗുണിക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. പക്ഷേ ചില ചോദ്യങ്ങളിൽ നിങ്ങളിനി വേറെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ ചില ചോദ്യങ്ങളോ ചെയ്യുമ്പോൾ വലിയ സംഖ്യകളൊക്കെ വരും, ചില ചെറിയ സംഖ്യകളിലും. അങ്ങനെയുള്ളതിലൊക്കെ വലിയ സംഖ്യകൾ വരുമ്പോഴൊക്കെ നമുക്ക് ഈ LCM എടുക്കുകയാണ് ഏറ്റവും എളുപ്പം. അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ നമുക്കിതിൻ്റെ തൊട്ട് താഴെ തന്നെ പറയാം. തൽക്കാലം ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നോക്കിക്കോ, ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ എഴുതി ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചാൽ, ഇനിയൊക്കെ നമ്മൾ പണ്ട് ചെയ്ത അതേപോലെ തന്നെ കേട്ടോ. 5xനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 5xനെ 2 കൊണ്ട് ഗുണിച്ചാൽ 10x എന്ന് കിട്ടും. പിന്നെ 2yനെ 2 കൊണ്ട് ഗുണിച്ചാൽ 4y എന്ന് കിട്ടും. 2y × 2 എന്ന് പറഞ്ഞാൽ 4y. പിന്നെ അടുത്തതായിട്ട് 20നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 40 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. 1, 2, 3 നമ്പർ കൊടുത്തു. ശേഷം വീണ്ടും താഴത്തെ ഇക്വേഷനാണ്. താഴത്തെ ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഇക്വേഷന് ഗുണിക്കേണ്ടത് എന്തുകൊണ്ടാണ്? 5 കൊണ്ടാണ്. അപ്പോൾ 5 കൊണ്ട് ഗുണിച്ചാൽ എന്താ സംഭവിക്കുക നോക്കാം. 2x × 5 എത്ര എക്സ് കിട്ടും? 10x എന്നായിട്ട് മാറും. അപ്പോൾ അത് 10x എന്നായിട്ട് മാറി. ഇനി അടുത്തത് 3y × 5 എത്ര y ആയി? 15y ആയി. 3y × 5 പറഞ്ഞാൽ 15y. 19 × 5 നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ചെയ്ത് നോക്കാം. 19 ഗുണിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ? 95 ആൻസർ കിട്ടുക. അപ്പം 95 എന്ന് കിട്ടും. 95. ഇത് നമ്മുടെ നാലാമത്തെ സമവാക്യം. ഇനി നമ്മളെ ഫോക്കസ് ഈ 2 സമവാക്യങ്ങളിലേക്ക് മാത്രം മതി. ബാക്കിയുള്ളവനെ തൽക്കാലം അവിടെ വെച്ചേക്കാം. നോക്കിക്കോ, നമ്മുടെ പരിപാടിയൊക്കെ ഓക്കെ ആയോ? നോക്കിക്കേ, എക്സുകൾ സെയിമായി. എക്സുകൾ സെയിം ആയാൽ എന്താ പ്രത്യേകത? നമ്മൾ ഈ 2 ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ആ 10x എന്നുള്ള ആൾ എലിമിനേറ്റ് ആയി പോകും. അയാൾ ഒഴിവായി പോയി കിട്ടും. ഇനി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നെങ്ങനെയാണ് നോക്കുക? നമ്മൾ 10xൻ്റെ ചിഹ്നം നോക്കുക, പ്ലസ് ആണ്. താഴെയും എന്താണ്? പ്ലസ് ആണ്. ഒരേ ചിഹ്നമാണ് വന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കുറയ്ക്കലാണ്. ആരെന്ന് ആരെ കുറയ്ക്കും? ആരെ വേണമെങ്കിലും കുറയ്ക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എളുപ്പത്തിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യേനെ കുറയ്ക്കുകയാണ് എളുപ്പം. അപ്പോൾ വലിയ സംഖ്യയുള്ളത് 4-മത്തതാണ്, മറ്റത് 3-മത്തതാണ്. അപ്പോൾ ഞാൻ ചെയ്തു, 4-മത്തെ ഇക്വേഷന് 3-മത്തെ ഇക്വേഷൻ സമവാക്യം കുറയ്ക്കാൻ പോവുകയാണ്. ഓർഡർ മാറിപ്പോൾ വെറുതെ. ഇതാണ് 4, മേലുള്ളതാണ് 3. അപ്പോൾ താഴത്തെ നിന്ന് മേലത്തെയാണ് കുറയ്ക്കുന്നത്. 10x കുറയ്ക്കണം 10x. ഇനി മനസ്സ് ചെയ്താൽ മതി, നമ്മൾ എഴുതണ്ട. 10x കുറയ്ക്കണം 10x എന്താ കിട്ടുക? 0. ഇവിടെ 0 എന്ന് എഴുതണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇനി 15y 4y താഴെ പ്ലസ് 15y ആണ്. പ്ലസ് 15y എന്ന് പറഞ്ഞാൽ എന്താ? 15y തന്നെ. പ്ലസ് 4y എന്ന് പറഞ്ഞാൽ 4y തന്നെ. 15y നിന്ന് 4y കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 11y. അപ്പോൾ ഇവിടെ കിട്ടി 11y സമം 95 കുറയ്ക്കണം 40. എന്താണ് കിട്ടുക? 55 എന്നല്ലേ കിട്ടുക. അപ്പോൾ 11y സമം എത്ര എന്ന് കിട്ടും? 55 എന്ന് കിട്ടും. ഇതൊന്ന് y എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ 11 × y ആണ് സമ 55 ഗുണിക്കണം 11. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കണം 11 ആവും. അപ്പം y സമം 55 ഹരിക്കണം 11. ഉത്തരം കിട്ടും 5. വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 5. ഇനി എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യും. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഇക്വേഷൻ തന്നെയാണ്. ചെറിയൊരു ഇക്വേഷൻ അല്ലേ? ആ ഇക്വേഷൻ അതേപോലെ അങ്ങോട്ട് എഴുതുക. 1-മത്തെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. 5x + 2y = 20. നോക്കാം, എക്സിൻ്റെ വാല്യൂ അറിയോ? അറിയില്ല. അപ്പം 5xന് 5x തന്നെ എഴുതുക. ഇനി 2y എന്നുള്ളതിൽ വൈൻ്റെ വാല്യൂ നമുക്കറിയോ? നമുക്കറിയാം. വൈൻ്റെ വാല്യൂ ഇവിടെ മേലുണ്ട്. എത്രയാണോ? 5 ആണ്. അപ്പോൾ 2y എന്നുള്ളത് നമ്മൾ മാറ്റി 2 × 5 എന്നാക്കി സമം 20. 2 × 5 അടുത്ത സ്റ്റെപ്പ് ചെയ്യാം.
5x പ്ലസ് 2 ഗുണം 5 10 20 എന്ന് കിട്ടും. പ്ലസ് 10y ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും 10y പ്ലസ് 10 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും -10 ആവും. അപ്പം 5x സമം 20 - 10 എന്ന് കിട്ടും. 20 - 10 എത്രയാണ്? 10 തന്നെയാണ്. ഇതൊന്ന് എക്സ് സമയം എത്ര എന്ന് കിട്ടും? 10 ഹരിക്കണം 5 2 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത നമ്മളെ എക്സിൻ്റെ വാല്യൂ ആയി 2. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ എക്സും വൈ തന്നെയാണ്. ആരായിരുന്നു എക്സ്? മേലോട്ട് നോക്കി മനസ്സിലാവും. ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം. വയ്യോ വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം. അപ്പോൾ ജസ്റ്റ് ആ സാധനം ഒന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി. ഏറ്റവും താഴേക്ക് എക്സും വൈയും എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതാൻ പോവുകയാണ്. 2 ലിറ്റർ 5 ലിറ്റർ. ഇത്രയും ആയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റിൻ്റെ ആൻസറായി. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി എന്തുകൊണ്ട് LCM എടുക്കണമെന്നുള്ളത് നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോ. വെറുതെ 2 സമവാക്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. സമവാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. വെറുതെ റാൻഡമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത സമവാക്യം കേട്ടോ. 12x പ്ലസ് 4y സമം 20. അതുപോലെ തന്നെ 8x പ്ലസ് 9y സമം 26. വെറുതെ 2 സമവാക്യങ്ങൾ എടുത്തു തന്നേ ഉള്ളൂ. അപ്പം ഇത് ഒന്നാമത്തെ ആൾ, ഇത് രണ്ടാമത്തെ സമവാക്യം. നമ്മൾ ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ നോക്കിക്കോ, ഈ താഴെ കാണുന്ന നമ്മൾ എക്സിനെയാണ് തുല്യമാക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. ബാക്കി കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. എക്സിനെയാണ് തുല്യമാക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8 എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇക്വേഷനെ, ഈ കാണുന്ന മൊത്തം സമവാക്യത്തിനെ 8 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കും. ഓക്കെ. പിന്നെ 12 എടുത്തിട്ട് ഈ കാണുന്ന താഴത്തെ സമവാക്യത്തിനെ മൊത്തമായിട്ട് എന്ത് ചെയ്യും? 12 കൊണ്ട് ഗുണിക്കും. അപ്പോൾ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം 8 × 12 ചെയ്യേണ്ടി വരും, 9 × 12 ചെയ്യേണ്ടി വരും, 26 × 12 ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ 26 × 12 അല്ലെങ്കിൽ 9 × 12 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ സംഖ്യകളാവും. ചില ക്വസ്റ്റ്യനിലൊക്കെ നല്ല വലിയ സംഖ്യകളാവും. അപ്പോൾ നമുക്ക് അടുത്ത കൂട്ടാനും കുറയ്ക്കാനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് സമയമെടുക്കും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ LCM എടുത്തു കഴിഞ്ഞാൽ എന്താ മെച്ചം നോക്കാം. നോക്കിക്കോ, ഇവിടെ 12x താഴെ 8x. നമുക്ക് വേണ്ടത് 12 ഉണ്ട് 8 ഉണ്ട്. ഈ രണ്ടാളെയും LCM എത്രയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളൊരു പൊതുഗുണിതം, ചെറിയ പൊതുഗുണിതം ഏതാണെന്ന് നോക്കാം. നോക്കുക എങ്ങനെയാണ്? 12ൻ്റെ ഗുണനപ്പട്ടിക ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. 12 പിന്നെ 12 ഗുണനപ്പട്ടിക അറിയില്ലെങ്കിൽ കൂട്ടിയാൽ മതി. 24 36 48 അങ്ങനെയല്ലേ പോവാം. അതിൽ 12നെ എന്തായാലും 8 കൊണ്ട് ഹരിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നല്ലോ. പിന്നുള്ള 24 8നെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ആരാ നമ്മൾ LCM? 24 അല്ലേ? ഇനി നോക്കിക്കോ, 12നെ ഇവിടെ 12 8 24. 12നെ 24 ആക്കാൻ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? നമ്മളിവിടെ നേരത്തെ 8 കൊണ്ട് ഗുണിച്ചതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് ആരെ കൊണ്ട് ഗുണിച്ചാൽ മതി? ഇനി 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ മൊത്തം ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ 8നെ 24 ആക്കാൻ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 8 × 3 അല്ലേ 24. അപ്പം നമുക്ക് ഈ താഴത്തുള്ള രണ്ടാമത്തെ ഇക്വേഷനെ, സമവാക്യത്തിന് മൊത്തമായിട്ട് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ 8 × 12 ചെയ്യണതിന് പകരം 8 × 3 ചെയ്താൽ തന്നെ നമുക്ക് സെയിം ആയി കിട്ടും. അപ്പോൾ ഒക്കെ നമുക്ക് ഗുണിക്കൽ എന്തായിരിക്കും? എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടലും കുറയ്ക്കലൊക്കെ അതിനനുസരിച്ച് എന്തായിരിക്കും? എളുപ്പമായിരിക്കും. ഇനി ജസ്റ്റ് അതൊന്ന് ഗുണിച്ചിട്ട് എന്താ കിട്ടുക നോക്കാം. നോക്കിക്കോ, ആദ്യം 12 × 2 എത്ര കിട്ടും? 24x. 4y × 2 എത്ര കിട്ടും? 8y സമം 20 × 2 എത്ര കിട്ടും? 20 × 2 40 എന്ന് കിട്ടും. പിന്നെ അടുത്ത താഴെ 8x × 3 24x. 9y × 3 എത്ര കിട്ടും? 27y സമം 26 × 3. 26 × 3 എത്ര വരിക? 60 78 അല്ലേ? 78. ഓക്കെ, ബാക്കിയുള്ളതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. നമുക്ക് എന്തേ ഉള്ളൂ? എക്സുകൾ സെയിം ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സെയിം ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ചെയ്യൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഇല്ലാത്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി 520 രൂപ.
നമ്മൾ വാങ്ങിയത് 2 കിലോഗ്രാം മധുരനാരങ്ങ വാങ്ങി, 3 കിലോഗ്രാം ആപ്പിൾ വാങ്ങി. എത്ര രൂപയായത്? 520 രൂപയായി. ഇനി 3 കിലോഗ്രാം മധുരനാരങ്ങയ്ക്കും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപ. അപ്പം 3 കിലോഗ്രാം മധുരനാരങ്ങ വാങ്ങി, 2 കിലോഗ്രാം ആപ്പിൾ വാങ്ങി, 480 രൂപയായി. 1 കിലോഗ്രാം മധുരനാരങ്ങയുടെ വില എത്രയാണ്? ആപ്പിളിൻ്റെയോ? അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് മധുരനാരങ്ങേൻ്റെ 1 കിലോൻ്റെ വിലയും ആപ്പിളിൻ്റെ വിലയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അവരെ നമ്മൾ എക്സ് എന്നും വൈ എന്നും വിളിക്കും. ജസ്റ്റ് ആ കാര്യം ഒന്ന് എഴുതി വെക്കാം. ജസ്റ്റ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ട്. 1 കിലോഗ്രാം മധുരനാരങ്ങയുടെ വില എക്സ് രൂപയാണെന്ന് വിചാരിച്ചു. ആപ്പിളിൻ്റെ വില എത്രയാണ്? വൈ രൂപയാണ്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം. വാങ്ങിയത് എത്ര കിലോഗ്രാം നാരങ്ങയാണ്? 2 കിലോഗ്രാം. എത്ര കിലോഗ്രാം ആപ്പിളാണ്? 3 കിലോഗ്രാം. ആകെ എത്രയായത്? 520. അപ്പോൾ 1 കിലോഗ്രാമിന് എക്സ് രൂപയാണെങ്കിൽ 2 കിലോഗ്രാമിന് എത്രയായിരിക്കും? 2x. 1 കിലോഗ്രാമിന് ആപ്പിളിന് വൈ രൂപയാണ്. അപ്പോൾ 3 കിലോഗ്രാമിന് 3y. രണ്ടും കൂടെ കൂട്ടിയാൽ 520 എന്ന് കിട്ടും. 520. ഇനി ഇവിടെ 3 കിലോഗ്രാം മധുരനാരങ്ങ അല്ലേ? അപ്പം 3 കിലോഗ്രാം എന്ന് പറയാം 3x പ്ലസ് 2 കിലോഗ്രാം ആപ്പിൾ. അപ്പോൾ 2 കിലോഗ്രാം ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2y സമം 480. ഇത് ഒന്നാമത്തെ സമവാക്യം, ഇത് രണ്ടാമത്തെ സമവാക്യം. ഓക്കെ, ഇനി നോക്കിക്കേ, എക്സുകൾ തുല്യമല്ല, 2ഉം 3ഉം ആണ്. അപ്പം തുല്യമാക്കണം. വൈകളും 3ഉം 2ഉം തന്നെയാണ്. അപ്പം ഏതെങ്കിലും ഒരാളെ നമ്മൾ തുല്യമാക്കിയാൽ മതി. ഞാൻ തൽക്കാലം ഇവനെയാണ് തുല്യമാക്കണം എന്ന് വിചാരിക്കാം. ഇവിടെ LCM എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചെറിയ നമ്പറല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ താഴെ കാണുന്ന 3നെ കൊണ്ട് എന്ത് ചെയ്യണം? മേലത്തെ ഇക്വേഷനെ മൊത്തമായിട്ട് അങ്ങോട്ട് ഗുണിക്കണം. മേലത്തെ ഇക്വേഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യണം? 3നെ കൊണ്ട് ഗുണിക്കണം. മേലത്തെ 2നെ എടുത്തിട്ട് താഴെ കാണുന്ന ഇക്വേഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യണം? 2 കൊണ്ടും എന്ത് ചെയ്യണം? ഗുണിക്കണം. ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ ഗുണിക്കണം 3. എന്താണ് കിട്ടുക? 2x ഗുണം 3 6x. 3y ഗുണം 3 എത്ര വയ്യ? 9y. 520 ഗുണം 3, സോറി 2 അല്ല, 520 ഗുണിക്കണം 3. ജസ്റ്റ് ഇവിടെ എഴുതി വയ്ക്കിയാൽ മതി നിങ്ങളുടെ വർക്കിംഗ് കോളത്തിൽ. 520 ഗുണിക്കണം 3. 3 ഇൻറ്റു 0 0, 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 5 15. 1560 എന്ന് വരും. ഇത് നമ്മുടെ മൂന്നാമത്തെ സമവാക്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ സമവാക്യത്തിന് എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഈ മേലെ കാണുന്ന 2 കൊണ്ട് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സമവാക്യം ഗുണം 2 ചെയ്ത് നോക്കാം. 3x ഗുണം 3x ഗുണം 2 6x എന്ന് കിട്ടും. പ്ലസ് 2y ഗുണം 2 4y എന്ന് കിട്ടും. സമം 480 ഗുണം 2 ചെയ്ത് നോക്കാം. സൈഡിൽ കൊണ്ടുപോയിട്ട് വർക്കിംഗ് കോളത്തിൽ 480 ഗുണം 2 960 അല്ലേ വരിക? ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 0 0, 8 ഇൻറ്റു 2 16, ബാക്കി 1 ഉണ്ട്. 2 ഇൻറ്റു 4 8, 8 1 9, 960 എന്ന് കിട്ടും. ഇത് നമ്മുടെ നാലാമത്തെ സമവാക്യം. ഇനി നമ്മളെ ഫോക്കസ് ഈ രണ്ടാളിലേക്ക് മാത്രം വന്നാൽ മതി. ഓക്കെ, എന്താ ചെയ്യാം? എക്സുകൾ സെയിം ആയില്ലേ? കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം. അപ്പോൾ എക്സിൻ്റെ ചിഹ്നം നോക്കി. 6xൻ്റെ ചിഹ്നം എന്താ? പ്ലസ്. ഇവിടെയും ചിഹ്നം എന്താ? പ്ലസ്. ഒരേ ചിഹ്നമാണ്. ചെയ്യേണ്ട പരിപാടി എന്താ? മൈനസ്. കുറയ്ക്കുകയാണ് വേണ്ട. ഇതല്ലേ വലുത്. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ കുറച്ചാൽ മതി. ഇക്വേഷൻ നമ്പർ 3 കുറയ്ക്കണം 4. ആദ്യം തന്നെ 6x എന്ന് 6x പോയി, ഇനി വേറെ പറയുന്നില്ല, 0, അത് വെട്ടിപ്പോയി. ഇനി 9y എന്ന് 4y കുറയ്ക്കണം. 9y കുറയ്ക്കണം 4y എന്ത് കിട്ടും? 5y എന്ന് കിട്ടും. 5y സമം 1560 എന്ന് 960 കുറയ്ക്കണം. നമുക്ക് വേണമെങ്കിൽ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള നമ്പർ തന്നെയാണ്. 960ഉം 1560 അല്ലേ? അപ്പം 960 1560 എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. 900 നിന്ന് 1500 എത്ര ഉണ്ടെന്ന് നോക്കിയാലും മതി. എത്ര വരാം? 600 എന്നാണ് ആൻസർ കിട്ടുക. 600. അങ്ങനെയാണെങ്കിൽ y എത്രയായിരിക്കും? 600 ഹരിക്കണം 5. 600നെ 5 കൊണ്ട് ഹരിച്ച് നോക്കുക.
വൈ സമം 600 ഹരിക്കണം 5. 60-ൽ 5 എത്ര പ്രാവശ്യം പോവും? 12 വട്ടമല്ലേ പോവുക. അപ്പം 120 എന്ന് ആൻസർ കിട്ടും. വൈ സമം 120. ആരായിരുന്നു വൈ? വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നോക്കിയാൽ മതി. ആപ്പിളിൻ്റെ വിലയാണ്. അത് എത്ര കിട്ടി? 120 രൂപയാണെന്ന് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? നമ്മൾ മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അപ്പം ഇതൊക്കെ വലിയ ഇക്വേഷനാണ്. അത് തൽക്കാലം വിട്ടേക്കുക. ഈ കാണുന്ന രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ ഒന്ന് ഇങ്ങോട്ട് എഴുതുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ 2x പ്ലസ് 3y സമം 520. നോക്കിക്കോ, എക്സ് നമുക്കറിയില്ല, അപ്പോൾ 2x തന്നെ. 3y നമുക്കറിയാം, y അറിയാം. y സമം 120 അപ്പം 3 × 120 സമം 520 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് സിമ്പിളാണ്. 3 × 120 കണ്ടുപിടിക്കുന്നു. 3 × 120 എത്രയാണ്? 360. അപ്പോൾ 2x പ്ലസ് 360 സമം 520. 2xന് ഇവിടെ നിർത്തുന്നു. പ്ലസ് 320 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് 360 അല്ലേ? 360 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 360. അപ്പം 520 മൈനസ് 360. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി ചെയ്യാം. 520 മൈനസ് 360. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? മനസ്സ് ചെയ്താൽ മതി. എങ്ങനെ മനസ്സ് ചെയ്യാം? 360നോട് ഒരു 40 കൂട്ടിക്കഴിഞ്ഞാൽ 400ആയി. പിന്നെ ഒരു 120 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 520ആയി. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? ടോട്ടൽ എത്ര നമ്മൾ കൂട്ടിയത്? 160 കൂട്ടിയത്. 2x സമം 160. എക്സ് സമം എത്ര എന്ന് കിട്ടും? 160/2 80 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 80 രൂപയാണ്. ഈ രണ്ട് കാര്യങ്ങളെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് എഴുതി വെച്ചാൽ മതി. താഴോട്ട് എഴുതി വെക്കാം. എക്സ് എത്ര കിട്ടിയത്? 80 രൂപ. മധുര നാരങ്ങയുടെ വില 80 രൂപ. ആപ്പിളിൻ്റെ വില 120 രൂപ. ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം അതിലേക്ക് പോയേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കോ. 1 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ച് ഒരു കഷ്ണം വളച്ച് സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. അപ്പോൾ ആ കാര്യം ജസ്റ്റ് നമുക്കൊന്ന് ആദ്യം ചിത്രം വരയ്ക്കാം. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1 മീറ്റർ നീളമുള്ള ഒരു കമ്പിയുണ്ട്. ഈ കമ്പീൻ്റെ ആകെ നീളമാണ് 1 മീറ്റർ. ഓക്കെ, ഇനി ഈ കമ്പീൻ്റെ ഇവിടെ എവിടെയോ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഒന്ന് കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 2 കഷ്ണമാക്കി. എന്നിട്ട് ആദ്യത്തെ കഷ്ണം വെച്ചിട്ട് അവരെന്താ ഉണ്ടാക്കിയത്? കഷ്ണാക്കി. ആ കഷ്ണത്തിൽ ആദ്യത്തെ പീസ് ഈ പീസ് എടുത്തിട്ട് അവർ ഒരു സമചതുരം ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് സമചതുരം എന്ന് വിചാരിക്കുക. എന്താ അതിൻ്റെ പ്രത്യേകത നോക്കിയോ? ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഈ കഷ്ണം മൊത്തമായിട്ട് എടുത്തിട്ടാണ് സമചതുരം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ സമചതുരം ഇങ്ങനെ വെച്ച് കഷ്ണം ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വളച്ചു, ഇങ്ങോട്ട് വളച്ചു. ഈ സമചതുരത്തിൻ്റെ ചുറ്റളവായിരിക്കും ഈ കാണുന്നത് ഈ കമ്പിയുടെ നീളം. ഈ മുറിച്ച കമ്പിയുടെ നീളം എന്ന് പറഞ്ഞാൽ സമചതുരത്തിൻ്റെ എന്തായിരിക്കും? ചുറ്റളവായിരിക്കും. നമ്മൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഇനി അടുത്ത പീസ് ഈ കഷ്ണം വെച്ചിട്ട് അവരെന്താ ഉണ്ടാക്കിയത്? ഒരു സമഭുജ ത്രികോണമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സമഭുജ ത്രികോണം വെറുതെ ഒന്ന് വരച്ച് നോക്കാം. ഏകദേശം ഇങ്ങനൊരു സമഭുജ ത്രികോണമെന്ന് വിചാരിക്കാം. കണ്ടിട്ട് തോന്നുന്നില്ല അല്ലേ? തൽക്കാലം സമഭുജാണേ. ഈ കാണുന്ന കമ്പി ഇങ്ങനെ വളച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കാണുന്ന ലെങ്ത് ആയിരിക്കും, ആ നീളമായിരിക്കും എന്ന് ഓർക്കുക. ഇനി സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്ററായി. അപ്പോൾ ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശമുണ്ട്. വശം എത്രയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? നമുക്ക് തൽക്കാലം എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വശങ്ങളൊക്കെ എന്തായിരിക്കും? എക്സുകളായിരിക്കും അല്ലേ? ഈ എക്സിൻ്റെ 3 മടങ്ങ് എന്താ? 3x. തൽക്കാലം നമുക്ക് പറയാൻ വേണ്ടി എഴുതാം. എക്സിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ
3x ആണ് അല്ലേ. അപ്പോൾ ആ 3xും സമഭുജ ത്രികോണത്തിൻ്റെ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ത്രികോണത്തിൻ്റെ വശം, അതിൻ്റെ വശം y ആണെങ്കിൽ 3 വശങ്ങളും എന്തായിരിക്കും y ആയിരിക്കും. അതിൻ്റെ 2 മടങ്ങ് എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ച്, ആദ്യത്തേൻ്റെ 3 മടങ്ങും രണ്ടാമത്തേൻ്റെ എന്താണ് 2 മടങ്ങുമാണ്. അപ്പം ഇവിടുത്തെ 3xും 2y കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സമവാക്യം. 3x + 2y എന്താണ് 71 സെൻറ്റിമീറ്ററാണ്. നമ്പർ കൊടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാലാണ് ഈ കാണുന്ന നീളം അല്ലേ. സമയത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണാം, 4 വശങ്ങളാണ്ട് കൂട്ടിയാൽ പോരെ. 4 എക്സുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4x ആണ്. ഈ പച്ച കളറിൽ കാണിച്ചിരുന്ന കമ്പീൻ്റെ നീളം എന്തായിരിക്കും 4x. ഇനി ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം അത് ആരുടെ ചുറ്റളവാണ്? സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവാണ്. എത്ര y ഉണ്ട്? 1 2 3y. അപ്പോൾ 3y നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. 3y കൂട്ടി എത്ര കിട്ടുക? 3y തന്നെ, 3y ആണല്ലോ. ഇനി അപ്പോൾ നമ്മളിവിടെ എക്സ് എന്നാരെ വിളിച്ച് y എന്നാരെ വിളിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണേ. ഒന്ന് ജസ്റ്റ് എഴുതാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമചതുരത്തിൻ്റെ ഒരു വശം എക്സും സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം എന്താണ് വൈയുമാണ്. ഇനി ഈ ടോട്ടൽ നീളം, ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഈ ടോട്ടൽ നീളം 1 മീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആൾക്കാരെ കൂട്ടി എന്ത് കിട്ടണം? 1 മീറ്ററിന് കിട്ടണം. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു 4x + 3y = 1 മീറ്ററാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ താഴെ സെൻറ്റിമീറ്ററിലായിരുന്നു, മേലെ എന്താണ് മീറ്ററിലാണ്. അങ്ങനെ 2 അളവുകളിൽ നമ്മൾ എഴുതാൻ പറ്റില്ല, 2 യൂണിറ്റുകളിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഒന്നെങ്കിൽ 2 മീറ്ററിലേക്ക് ആക്കുക, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക. ഞാൻ തൽക്കാലം ഈ 1 മീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി 100 സെൻറ്റിമീറ്ററിനാക്കി. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവിടെ 100 എന്ന് കിട്ടിയത്. ഇപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് 100 സെൻറ്റിമീറ്ററാണ്. നമ്മൾ 2 സെൻറ്റിമീറ്ററിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് എന്തായി 2 സമവാക്യങ്ങൾ കിട്ടി. ഇത് 1, ഇത് 2. ഇനി നോക്കുക, എക്സുകൾ സെയിം ആണോ? സെയിം അല്ല. വൈകൾ സെയിം ആണോ? വൈകളും സെയിം അല്ല. അപ്പോൾ ആരെങ്കിലും ഒരാളെ സെയിം ആക്കണം. നമ്മൾ എപ്പോഴും എക്സിനെയാണ് സെയിം ആക്കാറല്ലേ, പക്ഷേ ഇവിടെ ഞാൻ വൈനെയാണ് സെയിം ആക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3ഉം 2ഉം ഈ 4നെയും 3നെയും കാട്ടി ചെറിയ നമ്പറാണല്ലോ, അതുകൊണ്ട് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് സെയിം ആക്കുക? ഒന്നെങ്കിൽ LCM എടുത്ത് ചെയ്യാം, അതല്ലെങ്കിലോ നമ്മൾ ഈ വൈനെയാണ് സെയിം ആക്കണം. വൈൻ്റെ കൂടെയുള്ള 3, ആ 3നെ എടുത്തിട്ട് താഴത്തെ ഇക്വേഷനെ മൊത്തമായിട്ട് 3 കൊണ്ട് ഗുണിക്കണം. അതേപോലെ താഴെയുള്ള 2 എടുത്തിട്ട് മേലത്തെ ഇക്വേഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യണം 2 കൊണ്ട് ഗുണിക്കണം. ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ഗുണിക്കണം 2. ഓരോന്നായിട്ട് പറയാം. 4x × 2 8x + 3y × 2 6y 100 × 2 200. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്തുകൊണ്ടാണ് ഗുണിച്ചത്? മേലെ വൈൻ്റെ കൂടെയുള്ള ആൾ അതാരാ 3 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഗുണിക്കണം 3. നോക്കിയോ, 3x × 3 9x 2y × 3 എത്ര y? 6y. പിന്നെ 71 × 3 നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിൽ ചെയ്യാം, അതല്ലെങ്കിൽ എഴുതി ചെയ്യാം. 71 × 3 3 × 1 3ഉം 3 × 7 21 213 എന്ന് കിട്ടും. ഇത് നാലാമത്തെ ഇക്വേഷൻ. ഇനി നമ്മുടെ ഫോക്കസ് ഇനി ഈ 2 സമവാക്യങ്ങളിലേക്ക് മാത്രം. നോക്കിക്കോ, വൈകൾ എന്തായി? സെയിമായി. കൂട്ടുകയോ കുറയ്ക്കുകയോ വേണം. എന്താ ചെയ്യേണ്ട? വൈൻ്റെ ഇവിടുത്തെ ചിഹ്നം പ്ലസ് ആണ്, താഴെയും എന്താണ് പ്ലസ് ആണ്. ഒരേ ചിഹ്നം വന്നു കഴിഞ്ഞാൽ, പ്ലസ് ആണ് 2 സ്ഥലത്തും ഒരേ ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? കുറയ്ക്കണം. അപ്പോൾ 6 കുറയ്ക്കും? 210 200 കുറയ്ക്കാൻ എളുപ്പം. അപ്പം 4 3 കുറയ്ക്കണം. 4 - 3. ശ്രദ്ധിക്കുക, താഴത്തേന്ന് മേലത്തേതാണ്. അപ്പം 9x - 8x. എത്ര x ഉണ്ടാവും? 1 x ഉണ്ടാവും. x എന്ന് മാത്രം എഴുതിയാൽ മതി. 6y - 6y 6y - 6y എന്തായി? 0y. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. 9x - 8x. അങ്ങനെയാണ് x കിട്ടിയത്, 1 x. 213 - 200 213 - 200 എത്ര കിട്ടുക? 13 എന്നല്ല ആൻസർ കിട്ടുക. അപ്പോൾ ജസ്റ്റ് 13 എഴുതി വെക്കുക. x =
13. എക്സിൻ്റെ വാല്യൂ നേരിട്ട് തന്നെ കിട്ടി, ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി നേരെ വൈ കണ്ടുപിടിക്കാം. വൈ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു സമവാക്യം എടുക്കുക. ഞാൻ തൽക്കാലം ആദ്യത്തെ ഈ സമവാക്യം എടുത്തു, ഒന്ന് എഴുതി വെക്കാം. ഒന്നാമത്തെ സമവാക്യം 4x + 3y = 100. ഇവിടെ നമുക്ക് അറിയാവുന്ന ആളാരാ? എക്സ് ആണ്. അപ്പോൾ 4xനെ നമുക്ക് എഴുതാൻ പറ്റും 4 × 13 + 3y = 100. ഇനി 4 × 13 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 20 അല്ല, 4 × 13 40 12 52 അല്ലേ? അല്ലെങ്കിൽ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ. 13 × 4 3 × 4 12 ശിഷ്ടം 1 4 × 1 4 4 1 5 52. അപ്പോൾ 52 + 3y = 100 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കൊണ്ടുപോകേണ്ട അറിയാം 52 ഞാൻ കൊണ്ടുപോകണ്ട പ്ലസ് 52 അപ്പുറത്ത് പോകുമ്പോൾ -52. അപ്പം 100 - 52 എന്ന് കിട്ടും. ഇവിടെ 3y എന്ന് മാത്രമായിരിക്കും. 100 - 52 പോയാൽ എത്ര കിട്ടുക? നിങ്ങൾ കുറച്ച് നോക്കിയാൽ മതി. 48 ആൻസർ കിട്ടുക. അപ്പോൾ 3y = 48. അങ്ങനെയാണെങ്കിൽ y എത്ര കിട്ടും? 48 ഹരിക്കണം 3. ഇവിടെ ഒരു സംഭവമുണ്ട്. നമ്മളോട് എക്സും വൈയും കണ്ടുപിടിക്കാനല്ല ഡയറക്റ്റ്ലി ചോദിച്ചത് അല്ലേ? നമ്മളോട് ചോദിച്ചാൽ എന്താ, മേലോട്ട് വന്നാൽ എങ്ങനെ മുറിച്ചു എന്നല്ല ചോദിച്ചത്. അപ്പോൾ നേരിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ കണ്ടുപിടിക്കേണ്ട എന്തായിരിക്കും? 3y ആയിരിക്കും. അതുപോലെ 4x ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ y കണ്ടുപിടിക്കണം എന്നില്ല. y = 48 ഹരിക്കണം 3 ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ശരിക്കും ആരെ മതി ഈ ക്വസ്റ്റ്യനിൽ? 3y എത്രയാണെന്ന് ചോദിച്ചാൽ. അപ്പോൾ 48 എന്നുള്ള ആൻസർ, 48 സെൻറ്റിമീറ്റർ എന്നുള്ള ആൻസർ നമുക്ക് മതി. പക്ഷേ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 48 ഹരിക്കണം 3. 48 ഹരിക്കണം 3 എത്ര കിട്ടുക? 4ൽ 1 വട്ടം ശിഷ്ടം 1 ഉണ്ട്. 18ൽ 6 വട്ടം 16 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മളോട് എങ്ങനെയാണ് മുറിച്ചതെന്നാണ് ചോദിച്ചത്. കമ്പി എങ്ങനെയാണ് മുറിച്ചതെന്ന്. കമ്പി മുറിച്ചത് 48 നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കണം. 48 സെൻറ്റിമീറ്ററും പിന്നെ 48 സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ 100 ഇവിടെ വേണമെങ്കിൽ താഴോട്ട് മേലോട്ട് വരാം. 4x എത്രയാണെന്നും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് 13 ആയ സ്ഥിതിക്ക് 4x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 × 13 ആയിരിക്കും. 4 × 13 എത്രയാണ്? 52. അപ്പം 52 സെൻറ്റിമീറ്ററുമായിട്ടാണ് മുറിച്ചത്. 48 സെൻറ്റിമീറ്ററും 52 സെൻറ്റിമീറ്ററുമായിട്ടാണ് മുറിച്ചത്. അപ്പം ഈ ഒരു ക്വസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളോട് എങ്ങനെ മുറിച്ചു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എവിടെ നിർത്താം? എക്സ് കണ്ടുപിടിക്കുന്നോർത്ത് നിർത്താം. എക്സ് കണ്ടുപിടിക്കുന്നോർത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 4x എത്രയാണെന്ന് എഴുതാൻ പറ്റും. 52 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ കമ്പി മുറിച്ചത് 52 സെൻറ്റിമീറ്ററും പിന്നെ 100 - 52 അല്ല അത് വരിക. എത്ര വരിക? 48 സെൻറ്റിമീറ്ററുമായിട്ടാണ് മുറിച്ചതെന്ന് നേരിട്ട് തന്നെ എഴുതി വെക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നേരെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 4 വർഷം മുമ്പത്തെ കാര്യം കേട്ടോ പറയുന്നത്. റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവും. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? അപ്പോൾ ഇവിടെ എല്ലാം ബേസ് ചെയ്യുന്ന ആരെയാണ്? രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ രാമുവിൻ്റെ പ്രായം നമുക്ക് എക്സ് എന്നെടുക്കാം, റഹീമിൻ്റെ പ്രായം നമുക്ക് എന്തെടുക്കാം? വൈ എന്നെടുക്കാം. അത് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ നമുക്കൊരു ടേബിളായിട്ട് ചെയ്യാം. ഇവിടെ 2 കഥാപാത്രങ്ങളുള്ള രാമു, റഹീം. ഇനി 3 കാലഘട്ടം ഇവിടെ പറയുന്നുണ്ട്. 3 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോഴത്തെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. 4 വർഷം മുമ്പുള്ള കഥ പറയുന്നുണ്ട്, അതുപോലെ തന്നെ 2 വർഷത്തിന് ശേഷമുള്ള കഥയും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 എണ്ണമായിട്ട് എഴുതാം. ഒന്ന് 4 വർഷം മുമ്പ്, പിന്നെ ഇപ്പോൾ, പിന്നെ 2 വർഷത്തിന് ശേഷം. അപ്പോൾ 3 കാലഘട്ടം നമ്മൾ ജസ്റ്റ് എഴുതി വെച്ചു. ഒന്ന് 4 വർഷത്തിന് മുമ്പുള്ളത്, ഇപ്പോഴുള്ളത്, 2 വർഷത്തിന് ശേഷമുള്ളത്. ശ്രദ്ധിക്കണം, നമുക്ക് ഇപ്പോഴത്തെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പ്രായത്തിന് നമ്മൾ എക്സും വൈയും ആയിട്ട് എടുക്കാം. നോക്കിക്കോ, ഇപ്പോഴത്തെ പ്രായം
രാമുവിൻ്റെ പ്രായം എക്സ്, റഹീമിൻ്റെ പ്രായം എത്രയാണ്? വൈ ആണെന്ന് വിചാരിക്കുക. ഇനി 2 വർഷത്തിന് ശേഷം നമുക്കൊരു വർഷം കഴിയുമ്പോൾ എന്ത് കൂടും? 1 വയസ്സ് കൂടും. 2 വർഷം കഴിയുമ്പോഴോ 2 വയസ്സ് കൂടും. അപ്പോൾ ഇപ്പോൾ എക്സ് ആണുള്ളതെങ്കിൽ എക്സിനോട് 2 കൂടും, എക്സ് പ്ലസ് 2. അപ്പോൾ ഇപ്പം വൈ ആണുള്ളതെങ്കിൽ വൈയിനോട് 2 കൂടും, വൈ പ്ലസ് 2 എന്നാവും. ഇതേപോലെ തന്നെയാണ് പിറകോട്ട് പോകുമ്പോഴും. നമുക്കിപ്പം ഒരു 10 വയസ്സാണെങ്കിൽ 4 വർഷം മുമ്പ് എത്രയായിരിക്കും? -4 ആയിരിക്കും, 6 ആയിരിക്കും, 10 - 4. അപ്പോൾ ഇതേപോലെ ഇപ്പം എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് എന്താ? എക്സ് -4. ഇപ്പം വൈ ആണെങ്കിൽ 4 വർഷം മുമ്പ് വൈ -4. ഒന്നുകൂടെ പറയുന്നു, നോക്കിക്കോ. ഇപ്പോഴത്തെ പ്രായം രാമുവിന് എക്സ്, റഹീമിന് വൈ. 2 വർഷം കഴിഞ്ഞാൽ രണ്ടാളെ പ്രായം 2 വെച്ച് കൂടും. അപ്പോൾ എക്സ് എന്നുള്ള എക്സ് പ്ലസ് 2 ആവും, വൈ എന്നുള്ളത് എന്താവും? വൈ പ്ലസ് 2 ആവും. 4 വർഷം മുമ്പാണെങ്കിൽ എക്സ് എന്നുള്ള എക്സ് -4 ആവും, എക്സ് എന്ന് 4 കുറയും. വൈ എന്നുള്ളതോ വൈ -4 ആവും, വൈയിൽ നിന്ന് 4 കുറയും. ഓക്കെ, ഈ ഡാറ്റ വെച്ചിട്ട് ഇനി ബാക്കി നമുക്ക് ചെയ്യണം. ബാക്കി എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കിക്കോ. 4 വർഷം മുമ്പുള്ള കഥ പറയുന്നുണ്ട്. റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. അപ്പോൾ 4 വർഷം മുമ്പ് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. രാമുവിൻ്റെ പ്രായം ഈ കാണുന്ന ആളാണ്, എക്സ് -4. അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ, 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിച്ചാൽ റഹീമിൻ്റെ പ്രായം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി വെക്കാം. റഹീമിൻ്റെ പ്രായം എത്രയാണ്? വൈ -4, അല്ലെങ്കിൽ രാമുവിൻ്റെ നിന്ന് തുടങ്ങാം. 3 ഗുണിക്കണം രാമു, എക്സ് -4. എവിടെ നിന്ന് കിട്ടി? ഇതാട്ടോ രാമുവിൻ്റെ പ്രായം സമം വൈ -4 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ എന്താ വരിക? 3 ഗുണം എക്സ് എന്ന് പറഞ്ഞാൽ 3x, 3 ഗുണം 4 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ 3x - 12 എന്ന് പറഞ്ഞാൽ വൈ -4. ഇനി പല രീതി ചെയ്യാം. നമുക്ക് തുടക്കത്തിൽ നമ്മൾ പഠിച്ച രീതി ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത് എലിമിനേഷൻ മെത്തേഡ് ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എക്സുകളെയും വൈകളെയൊക്കെ ഒരു ഭാഗത്തും സംഖ്യകളെ 12നും 4നെയൊക്കെ ഒരു ഭാഗത്തേക്കും വെക്കാം. -12 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +12 ആവും, ആണല്ലോ. അതേപോലെ ഇവിടെ വൈൻ്റെ ചിഹ്നം നോക്കേണ്ട ഇവിടെയാണ്, പ്ലസ് ആണ്. ആ വൈ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -y ആവും, അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 3x ഇവിടെ ഉണ്ട്, വൈ ഇങ്ങോട്ട് വരുമ്പോൾ -y ആയി. ഇനി -4 ഇവിടെ ഉണ്ട്, 12 അങ്ങോട്ട് പോകുമ്പോൾ +12 ആയി. അപ്പം -4 + 12 എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 12 - 4 എന്ന് എഴുതിയാലും മതി. എങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 3x - y = 12 - 4. 12 - 4 എത്രയാണ്? 8 ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ സമവാക്യം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ പോകാം. നോക്കിക്കോ. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവുന്ന പറഞ്ഞത്. എന്ന് വെച്ചാൽ രാമുവിൻ്റെ പ്രായത്തിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ആരെ പ്രായം കിട്ടും? റഹീമിൻ്റെ പ്രായം കിട്ടും. അപ്പോൾ അതേപോലെ നമുക്ക് എഴുതി വെക്കാം. രാമുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 2, അതിനെ ബ്രാക്കറ്റിലിട്ടു, 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ റഹീമിൻ്റെ പ്രായമായ വൈ പ്ലസ് 2, ഇവിടെ ബാലുണ്ട്, വൈ പ്ലസ് 2 കിട്ടും. ഇനി ബ്രാക്കറ്റ് പൊളിച്ചാൽ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ആളെ കൊണ്ട് ഉള്ളിലുള്ള ഓരോരുത്തരെയും ഗുണിക്കാം. എക്സ് ഇൻറ്റു 2, 2x. 2 ഇൻറ്റു 2 എത്ര കിട്ടും? 4 + 4. ഇവിടെ വൈ പ്ലസ് 2. വീണ്ടും +4. ഇവനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? -4 ആയിട്ട് മാറും. അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -y ആയിട്ട് മാറും. അപ്പോൾ 2x - y = 2 - 4 എന്നാണ് വരിക. ശ്രദ്ധിക്കണേ, വൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം -y ആയി. ഇവിടെ ഓൾറെഡി ആരുണ്ട്? 2x ഉണ്ട്. +4 ഇങ്ങോട്ട് പോയപ്പോൾ എന്തായി? -4 ആയി. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? 2 - 4 എന്ന് പറയുമ്പോൾ -2 ആണ്, 2 അല്ല, -2 ആണ്. അപ്പോൾ 2x - y = -2 എന്ന് കിട്ടി. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയല്ലേ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനൊക്കെ പ്രകാരം. അപ്പോൾ നമ്മുടെ 2 ഇക്വേഷൻസ് കിട്ടി. ഇനി 2 ഇക്വേഷൻസിന് വേണമെങ്കിൽ ഒന്ന് അടുപ്പിച്ച് എഴുതാം. ഞാൻ തൽക്കാലം ഈ മേലുള്ള നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനെ ഒന്ന് താഴോട്ട് എഴുതി വെക്കുക കേട്ടോ. 3x - y = 8 ഒന്നാമത്തെ ഇക്വേഷനായിരുന്നു. ഓക്കെ, രണ്ടാളും ഇപ്പോൾ അടുത്തടുത്ത് കിടക്കുന്നുണ്ട്. ഇനി പരിപാടി നോക്കിയോ. എക്സുകളെ നോക്കി
2x-ഉം 3x-ഉം ആണ് സെയിം അല്ല, കുഴപ്പമില്ല. വൈകളെ നോക്കി, വൈൻ്റെ കൂടെയുള്ള ആൾ വൈ എന്ന് മാത്രമേ ഉള്ളൂ. വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വൈ ആണ്. അപ്പോൾ 1 താഴെ എന്ത് തന്നെയാണ്, ഒരു വൈ തന്നെയാണ്. വൈ തുല്യമാണ് അല്ലേ, വൈ തുല്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഗുണിക്കാനൊന്നും നിൽക്കണ്ട. ഇനി ഈ 2 ഇക്വേഷൻസ് കൂട്ടുക കുറയ്ക്കുക ചെയ്താൽ ആര് പോയി കിട്ടും, വൈ പോയി കിട്ടും. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കുക, നോക്കിക്കോ. ഇവിടെ വൈൻ്റെ ചിഹ്നം എന്താണ്, മൈനസ് ആണ്, മൈനസ് വൈ എന്നാണ്. അപ്പോൾ മൈനസ് ആണ് വൈൻ്റെ ചിഹ്നം. താഴെയും വൈൻ്റെ ചിഹ്നം എന്താ, മൈനസ് ആണ്. അപ്പോൾ രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുറയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഒരേ ചിഹ്നമാണ്, ഇപ്പം എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇനി ഇവിടെ ആര് വേണമെങ്കിൽ കുറച്ചോ, കുഴപ്പമില്ല. ഞാൻ തൽക്കാലം ഇവിടെ 1 2 കുറച്ചു, 1 2 കുറച്ചു. ആരും വേണമെങ്കിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, സാധാരണ നമുക്ക് മൈനസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് മൈനസ് വരണ്ട വെച്ചിട്ടാണ് നമ്മളെപ്പോഴും വലുതിന് ചെറുതിനെ കുറയ്ക്കുന്നത്. ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് പിന്നെ ഇനി മൈനസിനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ 3x ഉണ്ട്, മേലെ എന്തുണ്ട്, 2x ഉണ്ട്. ഇവിടെ ചിഹ്നങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കാരണം മൈനസ് വരുന്നുണ്ട്. 3xൻ്റെ ചിഹ്നം എന്താ, പ്ലസ് 3x ആണ്. 2xൻ്റെ ചിഹ്നം എന്താ, പ്ലസ് 2x ആണ്. എവിടെയാണ് ചിഹ്നം നോക്കാം, ഈ ഭാഗത്ത് ചിഹ്നം ഒന്നും എഴുതിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്ലസ് ആണ്. ചിഹ്നം വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ മൈനസ് ആയിരിക്കും. ഇനി 3x മൈനസ് 2x ആണ് അല്ലേ. അപ്പോൾ 3x മൈനസ് 2x എത്ര x വരും, ഒരെക്സിനെ നമ്മൾ എങ്ങനെ എഴുതുക, x എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ x എന്ന് കിട്ടി. ഇനി അടുത്ത ആളെ ശ്രദ്ധിച്ചു. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ നമുക്ക് 1 2 ഓർക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തേൽ വൈൻ്റെ ചിഹ്നം മൈനസ് വൈ ആണ്. രണ്ടാമത്തേൽ വൈൻ്റെ ചിഹ്നം അതും മൈനസ് വൈ ആണ്. നമുക്ക് ചെയ്യേണ്ട ക്രിയ ഇവിടെ നോക്കിയാൽ മതി, മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പം മൈനസ് വൈ ഇവിടെ ക്രിയ ചെയ്യേണ്ടതും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ 2 മൈനസുകൾ എടുത്തെടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ മൈനസ് വൈ പ്ലസ് വൈ എന്ന് വരും. മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, വൈ മൈനസ് വൈ ആണ്. വൈ മൈനസ് വൈ എന്താ വരിക, 0 വരിക. അപ്പോൾ 0 ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഒന്നുകൂടെ പറയുന്നു, ഇവിടെ മൈനസ് വൈ ആണ്, ഇവിടെ എന്ത് തന്നെയാണ്, മൈനസ് വൈ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട പരിപാടി, ക്രിയ നോക്കിയപ്പോൾ മൈനസ് തന്നെയാണ്. അപ്പോൾ മൈനസ് വൈ മൈനസ് വൈ എന്നാണ്. 2 മൈനസുകൾ എടുത്തെടുത്ത് വന്നപ്പോൾ ഇവിടെ മൈനസ് വൈ പ്ലസ് വൈ എന്നായി. മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് വൈ എന്നാണ്. ആദ്യം പ്ലസ് വൈ എഴുതി, പിന്നെ മൈനസ് വൈ എഴുതി. ഇങ്ങനെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല, എങ്ങനെ എഴുതിയാലും 0 കിട്ടുക. അപ്പോൾ വൈകൾ ക്യാൻസലായിപ്പോയി. സമം ഇനിയും മൈനസ് വരുന്നുണ്ട്, അപ്പോഴും വീണ്ടും ശ്രദ്ധിക്കണം. നോക്കിക്കോ, 1 2 ഓർക്കുന്നത് 8 എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് 8 ആണ്. മേലെ മൈനസ് 2 ചെയ്യേണ്ട ക്രിയ ഇനി ഇടയിൽ ഇട്ട് കൊടുക്കണം. ഇടയിൽ എന്താ ഇട്ട് കൊടുക്കേണ്ടത്, മൈനസ്. അപ്പം 8 അതുപോലെ തന്നെ എഴുതിട്ടോ, ഈ കാണുന്ന 8 അങ്ങനെ തന്നെ എഴുതി. മൈനസും കൂടെ എന്താവും, പ്ലസ് ആകും. 2 8ഉം 2ഉം 10. അപ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്, 10 ആണ്. എക്സ് സമം കിട്ടി 10. അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടികൾ. എക്സിൻ്റെ വാല്യൂ കിട്ടി 10. ഇനി വൈ എങ്ങനെ കണ്ടുപിടിക്കാം, വൈ കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരാളെ അങ്ങോട്ട് എടുക്കുക. ഞാൻ തൽക്കാലം ഒന്നാമത്തെ ഇക്വേഷനെ തന്നെ എടുത്തു. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്, 3x മൈനസ് വൈ സമം 8 എന്നാണ്. അപ്പോൾ 3x നമുക്കറിയാം 10 ആണല്ലേ. അപ്പം നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 × 10 30 ആണെന്ന് നേരിട്ട് എഴുതി വെക്കാം. അതല്ലെങ്കിൽ സ്റ്റെപ്പ് ആക്കുക. 3 × 10 മൈനസ് വൈ സമം 8. 3 × 10 എത്രയാണ്, 30 മൈനസ് വൈ സമം 8. ഇവിടെ നമുക്കിവിടെ മൈനസ് വൈ എന്നല്ലേ ഉള്ളത്, നമുക്ക് വൈ അല്ലേ വേണ്ടത്, അപ്പോൾ പ്ലസ് ആക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഈ മൈനസ് വൈ നേരെ ഇങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ എന്താവും, പ്ലസ് വൈ ആയിട്ട് മാറും. ഇവിടെയുള്ള 8 ഇല്ലേ, 8ൻ്റെ ചിഹ്നം എന്താ, പ്ലസ് ആണല്ലേ. അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൈനസ് 8 ആയിട്ട് മാറും. അപ്പം 30 മൈനസ് 8 സമം വൈ എന്ന് കിട്ടും. ഈ 30 മൈനസ് 8 എത്രയാണ്, 22. അപ്പോൾ വൈ സമം എത്രയെന്ന് കിട്ടി, 22. വൈ സമം 22. നമ്മൾ ആരെയും എക്സ് എന്ന് വിളിച്ചാൽ മേലത്തെ പെട്ടിയിലേക്ക് നോക്കിയാൽ മതി. എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം, റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് വൈ. അപ്പോൾ നമ്മളത് നേരെ എഴുതി വെക്കുക താഴോട്ട്. രാമുവിൻ്റെ പ്രായം ഇപ്പോഴത്തെയാണ്, ഇപ്പോൾ എത്രയാണ്, എക്സ് ആണ്, 10 വയസ്സ്. റഹീമിൻ്റെ പ്രായം അതും ഇപ്പോഴത്തെ പ്രായമാണ്,
22 വയസ്സ്. ചെയ്ത പരിപാടികളൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ, മേലെ പെട്ടിയിലേക്ക് വാ. ഇപ്പോഴത്തെ രാമുവിൻ്റെ പ്രായം നമുക്ക് കിട്ടിയ 10, ഇവിടെ കിട്ടിയ എത്രയാണ്? 22. 2 വർഷം കഴിയുമ്പോൾ 10 എന്നുള്ളത് എന്താവും? 2 കൂടും 12 ആവും. 22 എന്നുള്ളത് എന്താവും? 2 കൂടും 24 ആവും. 24. 12 2 കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നേരെ ഇവിടെ 10, ഇവിടെ 22 അല്ലേ? 4 വർഷം മുമ്പ് ഇവിടെ എത്ര കിട്ടുക? 10 4 പോവും 6. ഇവിടെ എത്ര കിട്ടുക? 22 4 പോവും. 22 4 പോയ എത്രയാണ്? 18. ഇവിടെ 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടികളൊക്കെ കറക്റ്റാണ്. വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.